മെട്രോനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദ പവർ ഓഫ് വർഷിപ്പ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആരാധനയുടെ ശക്തി. പല പില്ലേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം തൊട്ട് പല പില്ലേഴ്സ് പറയുമായിരുന്നു. പവർ ഓഫ് സാൽവേഷൻ, പവർ ഓഫ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്, പവർ ഓഫ് വർഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും കവർ ചെയ്തത്. ഇനിയും നമ്മൾ അടുത്തൊരു 4 എപ്പിസോഡിൽ ദ പവർ ഓഫ് സറണ്ടേഡ് ലൈഫ്, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദ പവർ ഓഫ് സറണ്ടേഡ് ലൈഫ്, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ശക്തി. ഇത് പറയുമ്പോൾ സമർപ്പിക്കപ്പെട്ട ജീവിതം, സറണ്ടർ ചെയ്ത ജീവിതം എന്ന് പറഞ്ഞാൽ, സറണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അടിമയെ പോലെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ പെർമനൻ്റായിട്ട് ഒരു സ്ലേവായിട്ട് ആ പീരീഡ്, ഇനിഷ്യൽ പീരീഡ് കഴിഞ്ഞ് അവനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ പറയുകയാണ്, അടിമ പറയുകയാണ്, ഞാൻ യജമാനെ വിട്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ കാതിലൊക്കെ കിഴുത്തൊക്കെ ഇട്ട് അവൻ ഇനിയും പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തിരിക്കുക, യജമാന് വേണ്ടി സറണ്ടർ ചെയ്തിരിക്കുക. ദാറ്റ് ഈസ് എ സ്ലേവ്. ആ ഒരു രീതിയിലുള്ള സറണ്ടേഡ് ലൈഫിനെ കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു ഘടകമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് പല സമയങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഴയ എപ്പിസോഡുകൾ റോമൻ സ്റ്റഡിയിലൊക്കെ, അത് റോമൻസ് 6, 7, 8, 6, 7, 8 അധ്യായങ്ങളിലെ വിശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില റെപ്പറ്റീഷൻസൊക്കെ ഇവിടെ ഉണ്ടാവും. കാരണം നമ്മൾ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു കണ്ടീഷനാണ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാവുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകണം. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് നടക്കുന്നത് തന്നെ വിശുദ്ധിയിലാണ്. അതിനുവേണ്ടിയാണ് നേരത്തെ പറഞ്ഞ വർഷിപ്പിനകത്ത് സെപ്പറേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്, ഒരുക്കത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞത് നമ്മളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മളെ തന്നെ സെറ്റപ്പാർട്ട് ചെയ്യുകയാണ്. ഹോളി എന്ന് പറഞ്ഞാൽ മീനിങ് സെറ്റപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവർ. എന്തിനാണ്? ബൈ ഗോഡ്, ദൈവം വേർതിരിച്ച്, ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി, ഫ്രം സിൻ, പാപത്തിൽ നിന്ന്, അൺടു ഹോളി ലൈഫ്, ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്. ദൈവത്താൽ ദൈവം വേർതിരിക്കപ്പെട്ട് പാപത്തിൽ നിന്ന് വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണം, അതാണ് ആവശ്യമായിട്ടുള്ളത്. 1 തെസ്സലോനിക്കർ 5:23, 24 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാവുന്നു, അവൻ അത് നിവർത്തിക്കും. ഇവിടെ ഒരു കുറിവാക്യമായിട്ട് നമ്മളിത് എടുക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അത് നമ്മൾ ഓർക്കുക. അത് ഇതിനകത്ത് 3 വേർഡുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദൈവം, യേശുക്രിസ്തു, നമ്മുടെ ആത്മാവ്, ദേഹവും പ്രാണനും നമ്മളെ ശുദ്ധീകരിക്കും. അതിനെ ശുദ്ധീകരിക്കുന്നു ദൈവം. ഓദർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, നമ്മളെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഓദർ എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:3 ഇങ്ങനെ തന്നെ പറയുന്നത്: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഈവൻ യുവർ സാങ്ക്ടിഫിക്കേഷൻ. ഇവിടെ നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. 1066 പ്രാവശ്യം, 1066, 1066 പ്രാവശ്യം ബൈബിളിൽ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധിയെക്കുറിച്ച്. കാരണം അത് അത്രയും പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ഇതിനകത്ത് പ്രധാനമായിട്ട് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് സെപ്പറേഷൻ ഫ്രം ഈവിൾ, അനീതിയിൽ നിന്ന് മാറ്റപ്പെടുക. രണ്ടാമത് സെപ്പറേഷൻ അൺടു ഗോഡ്, ദൈവത്തോട് ചേർത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ അനീതിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചെങ്കിൽ മാത്രമേ
ദൈവത്തെങ്കിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. 2 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ ലേവ്യരെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവേൻ. ഹെസ്കിയാവ് 25-ാം ആണ്ടിലെ വാഴ്ച, സക്കറിയാവിൻ്റെ മകനായ ഹെസ്കിയാവ് 25-ാം ആണ്ടിൽ വാഴ്ച തുടങ്ങിക്കഴിഞ്ഞപ്പം ചെയ്ത കാര്യമാണ് ആലയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ. ഇവിടെ കാണുന്ന സെപ്പറേഷൻ ഫ്രം ഈവിൾ, ആലയത്തെ ശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ആലയത്തെ ശുദ്ധീകരിക്കുക. അതിൻ്റെ തന്നെ 15 തൊട്ട് 18-ാം വാക്യത്തിൽ യഹോവ നിങ്ങളെ ഒന്നിച്ചുകൂടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് യഹോവയുടെ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് യഹോവയുടെ ആലയത്തെ വെടിപ്പാക്കാൻ വന്നു. അതിന് പുരോഹിതന്മാരെല്ലാം വന്ന് വെടിപ്പാക്കി ആലയത്തിൻ്റെ മലിനതയൊക്കെ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ്റെ തോട്ടിലെ ചുട്ടുകളഞ്ഞ് അങ്ങനെ 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു. ഹെസ്കിയാ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ യഹോവയുടെ ആലയം മുഴുവൻ ഹോമപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ ഉപകരണങ്ങളൊക്കെയും വെടിപ്പാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ശുദ്ധീകരണമാണ്, സെപ്പറേഷൻ. അത് ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സറണ്ടേഡ് ലൈഫ് ഉണ്ടാവുകയുള്ളൂ. അത് ഈവിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ദൈവത്തെങ്കിലേക്ക് ചേരണം. ഇത് ഈ വേർപാടിൻ്റെ ഒരു പഠിപ്പിക്കലാണ് ശരിക്കും. കാരണം പല കാര്യങ്ങളും വേർപെടേണ്ട ആവശ്യമുണ്ട്. ഇന്നും അഴുക്കിൽ കിടന്ന് അത് താല്പര്യത്തോടു കൂടി എൻജോയ് ചെയ്യുന്ന ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്. അവരുടെ ജീവിതങ്ങളിൽ ശരിക്കും ആ കാർണാലിറ്റി അവരുടെ ജീവിതത്തിൽ ക്രൂസിഫൈ ചെയ്തിട്ടില്ല, അവരുടെ ജീവിതത്തിൽ അത് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഇന്നും ആ ജഡത്തിൻ്റെ പ്രവൃത്തികളുടെ കീഴിൽ അവരായിരിക്കുന്നതിനാൽ ഇന്നും അവർക്ക് ഒരു ഡെലിവറൻസ് അല്ലെങ്കിൽ ഒരു വിടുതൽ വന്നിട്ടില്ല എന്ന് നമ്മളെ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലെല്ലാം തന്നെ ഈ വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കണമേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്. സങ്കീർത്തനം 4:3 പറയുന്ന യഹോഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിൽ ഡിലൈറ്റ് ചെയ്യുന്നവരെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അതായത് നമ്മൾ വേർതിരിക്കപ്പെട്ടവരല്ലെങ്കിൽ, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തവരല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല എന്നുള്ളൊരു ഇൻഡയറക്റ്റായിട്ടൊരു സൂചനയും ആണ് അവിടെ തരുന്നത്. അതായത് നമ്മുടെ ഡെലിവറൻസ് നമുക്ക് വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരല്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സെപ്പറേറ്റ് ചെയ്യണം. ചില വിഷയങ്ങളിൽ ഇനിയും വിടുതൽ വരാത്തത് നമ്മൾ വിടുതൽ പ്രാപിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഹോളിനെസ്, അത് പ്രാപിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം. ഈ ജനറലായിട്ട് ചില കാര്യങ്ങൾ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നതാണിത്. നമ്മൾ ശുദ്ധീകരണം കൂടാതെ ആര് കർത്താവിനെ കാണുകയില്ല. യേശു പഠിപ്പിച്ചതാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതിന് ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിലും അത് പറയുന്നുണ്ട്. ഇതേ വിഷയങ്ങൾ തന്നെ രണ്ട് തിമോത്തിയോസ് 2:21 കാണുന്നു. അതിൽ 2 വാക്യം 20-21 ചേർത്ത് വായിക്കാം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കും. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായ നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും.
നമ്മളെ എടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന ഒരു വെസലായിട്ടാണ്. എല്ലാ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയും നമ്മളെ ഉപയോഗിക്കാനായിട്ട് ദൈവം ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുകയാണ്. അന്നേരം അവിടെ അശുദ്ധിയും ദോഷത്തിന് കാരണമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല. അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം, ശുദ്ധീകരിക്കണം. ഇതിന് നമ്മുടെ എഫേർട്ട് ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. നമ്മുടെ എഫേർട്ട് വേണം. ദൈവമാണ് ശുദ്ധീകരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:23-24 വാക്യം നമ്മൾ വായിച്ചാണ്. ഓതർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ഇസ് ഗോഡ് ദ ഫാദർ. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. ദൈവം എല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചാൽ പോരാ. അതുകൊണ്ട് ആ ഡോക്ടറിന് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് ആ ഡോക്ടറിൽ ജീവിച്ചാൽ പോരാ. ഡോക്ടറിന് പലതും നമ്മൾ തലയിൽ ഇങ്ങനെ അറിഞ്ഞു നോക്കും. ദൈവം എല്ലാം ചെയ്തോളും, ഞാനൊന്നും ചെയ്യണ്ട എന്നുള്ളതല്ല. ആത്മാവ് കൊണ്ട് ജീവിക്കണം. അതിന് നമ്മുടേതായിട്ടുള്ള എഫേർട്ട് വേണം. ഫിലിപ്പിയർ 2:12 വർക്കൗട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നു. അത് രക്ഷപ്പെടാനുള്ള പ്രവർത്തനമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് രക്ഷപ്പെടാനുള്ള പ്രവർത്തനമല്ല, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. നിങ്ങൾ സേവ്ഡായി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇനിയും നിങ്ങളുടെ ഫർദർ പ്രോഗ്രസ്സിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുകയാണ്. ഞാൻ അതുകൊണ്ട് ചെയ്തിട്ടൊരു കാര്യമില്ല, ദൈവം നമ്മളുടെ പ്രാണനിലൂടെയാണ് അല്ലെങ്കിൽ സോളിലൂടെയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. എനിക്ക് ആഗ്രഹം വേണം. കൊച്ചു വളരും, ശരിയാണ്, നോർമലായിട്ട് കൊച്ചു വളരും. അപ്പനും അമ്മയും അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് വളർത്തും. ഇടയ്ക്ക് ചിലപ്പം ഒരടിയും ഒരു വഴക്ക് പറച്ചിലും ഒക്കെ ഉണ്ടാവും. പാപത്തിലകപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ വിശുദ്ധനാകാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുകയല്ല, പാപത്തിൽ വീഴാതിരിപ്പാൻ നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് വിശുദ്ധീകരണം നടത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ വിശുദ്ധീകരണം നടത്തുന്നത് ദൈവമാണ് നടത്തുന്നത്. അതിന് നമ്മൾ വിട്ടുകൊടുക്കണം, നമ്മുടെ എഫേർട്ട് ഉണ്ടാവണം. എഫേസ്യർ 5:26 അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടവർ, കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടവരും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധവുമായിട്ട് ചേർത്ത് ക്രിസ്തുവും സഭയും ചേർത്ത് ഇവിടെ സംസാരിക്കുന്ന ഭാഗമാണ്. ഇവിടെ വാഷിംഗ് ഓഫ് വാട്ടർ ബൈ ദ വേർഡ്, ദൈവവചനത്താലുള്ള ശുദ്ധീകരണം ആരാണ് ചെയ്യുന്നത്? ബൈ ഗോഡ് ദ സൺ. ആദ്യം പറഞ്ഞ പിതാവായ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ പുത്രനായിട്ടുള്ള ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു ഇതുപോലെ തന്നെ, യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായത്. പഴയ നിയമത്തിൽ ഒരുപാട് റിച്വൽസ് കാണാം, വാഷിങ്, പലതരമായിട്ടുള്ള വാഷിങ് കാണുന്നുണ്ട്, പലരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്യുന്നു. എന്നാൽ യേശു അത് തൻ്റെ കൃപയാൽ നടത്തിയെടുത്തു. അതുകൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ ചെയ്യുന്നത് യേശുവാണ്. നമ്മുടെ റിച്വൽസ് കൊണ്ടല്ല വിശുദ്ധീകരണം നടക്കുക. പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചില കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഒരു കർമ്മവും ഇല്ല ശുദ്ധീകരണത്തിൽ. പ്ലീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കർമ്മം കൊണ്ടും നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. ഒരു വാഷിംഗ് കൊണ്ടും നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. ശുദ്ധീകരിക്കുന്ന ആദ്യം പിതാവാൻ ദൈവം ശുദ്ധീകരിക്കുന്നു പറഞ്ഞു, നമ്മുടെ എഫേർട്ട് അതിനകത്ത് വേണമെന്ന് പറഞ്ഞു. 2 പുത്രനാം ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു, അവൻ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന പാപങ്ങൾ കൂടി ഏറ്റുപറഞ്ഞ് അവനിൽ നിന്ന് പാപമോചനം പ്രാപിക്കുക. 1 യോഹന്നാൻ 1:9 അവൻ നമ്മുടെ സകല പാപവും അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ് 1 യോഹന്നാൻ 1:9 പറയും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പിതാവായ ദൈവം ശുദ്ധീകരിക്കുന്നു, 2 പുത്രനായ ദൈവം ശുദ്ധീകരിക്കുന്നു, 3 ഗോഡ് ബൈ ദ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:13 ഇതിനകത്ത് ഞാനത് ഫുള്ള് വായിക്കാൻ, ഞങ്ങളോ കർത്താവിൻ്റെ പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് സാങ്ക്ടിഫിക്കേഷൻ
ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം. അപ്പോഴിവിടെ സാൽവേഷന് വേണ്ടിയുള്ള സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുകയാണല്ലോ. വസിക്കുമ്പോഴെന്ത് ചെയ്യും? നമ്മൾ പോകുന്ന പ്രവൃത്തികളിൽ നമ്മളെ ഗൈഡ് ചെയ്യുകയും നമ്മൾ പോകേണ്ടടുത്ത് എത്തേണ്ടാത്ത സ്ഥലത്ത് പരിശുദ്ധാത്മാവ് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ശുദ്ധീകരണം. അവിടെയാണ് ശുദ്ധീകരണം, നമ്മുടെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കുന്നത്. ഇതെല്ലാം പറയുന്നത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളിലുള്ള ശുദ്ധീകരണമാണ്, പ്രവൃത്തികളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. കാരണം നമ്മൾ ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു എപ്പിസോഡും കൂടെ, ഒന്നല്ല 2-3 എപ്പിസോഡൂടെ പറയാനായിട്ടുണ്ട്. നമ്മളത് നമ്മുടെ നമ്മുടെ ഈ സാങ്ക്ടിഫിക്കേഷനും ഇതോട് ചേർന്ന് ഇതിൻ്റെ റിസൾട്ടുകളും നമ്മളെ ഡെലിവറൻസിന് സഹായിക്കുന്നു. വലിയൊരു ശക്തിയാണ് സറണ്ടേഡ് ലൈഫ്. ഈ സറണ്ടേഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വയ്യാത്ത കാര്യം കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ലൈഫാണ്. നിങ്ങൾ ക്രൂശിക്കപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രൂശിക്കപ്പെടാൻ പറ്റും. എന്നാൽ കർത്താവും യേശുവും പരിശുദ്ധാത്മാവും നമ്മളെ ക്രൂശിക്കുവാനായിട്ട് നമ്മളെ ഇടവരുത്തും. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ചില വിഷയങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം വിടുതൽ തരും. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ചില അഡിക്ഷൻസിൽ ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഇത് കാണുന്നല്ലോ. ദൈവമേ, അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപേക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെടുവാൻ പറ്റാതെ ഇരിക്കുന്ന അവരെ, അതെല്ലാം ആ നുഖമെല്ലാം ഒടിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രോസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. അവരെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന പ്രോസ്ട്രേറ്റൊക്കെ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ആ സ്വെല്ലിങ് എല്ലാം കുറഞ്ഞ് അത് നോർമൽസി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഓപ്പറേഷനും വേണ്ടാന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവസന്നിലേക്ക് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഈ ദിവസങ്ങളിൽ ദൈവം തരും. അതുപോലെ കിഡ്നിയിലെ ചില കല്ലിൻ്റെ പ്രയാസങ്ങളിൽ വേദനകൾ അനുഭവിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു. ഒരുപാട് പൈസ ഒക്കെ ചിലവാകും എന്ന് മനസ്സിലാക്കി ഓപ്പറേഷനൊന്നും ചെയ്യാതെ മരുന്ന് കഴിച്ച് വേദന അനുഭവിച്ചിരിക്കുന്ന ചില ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് വലിയ വിടുതൽ വന്നു ചേരുന്നു. എല്ലാ പ്രയാസങ്ങളും മാറിപ്പോട്ടെ. ആ കല്ലുകളൊക്കെ ഉരുകി ചെറുതായി കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ വരട്ടെ. ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഇന്ന് കൃപയൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ചില വസ്തു സംബന്ധമായിട്ടുള്ള ചില പ്രയാസങ്ങളിലെ ചില അതിൻ്റെ മ്യൂട്ടേഷനോ അതിൻ്റെ ചില പേപ്പറുകൾ ഇന്ന് വന്നു ചേരാതെ തടസ്സപ്പെട്ടിരിക്കുന്ന പേപ്പറുകൾ വരാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന ചില ആളുകളെ യേശു കാണിച്ചു തരുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പേപ്പേഴ്സും റിലീസായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രാർത്ഥനകൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം തരികയും സഹായിക്കുകയും ചെയ്യും. ഒരേ ഒരു കാര്യം, ദൈവത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. ദൈവം നിങ്ങൾക്ക് വലിയ വിടുതലുകൾ ഈ ദിവസങ്ങൾ ചെയ്തു തരും എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഉറച്ച് പ്രസ്താവിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ഓർത്ത് സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഈ ജീവിതങ്ങളിലെല്ലാം ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണണം. ആരാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇനിയും എങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇതിൻ്റെ ശക്തി, ഇത് കഴിയുമ്പോഴേ ഈ വിശുദ്ധീകരണവും ഈ സറണ്ടേഡ് ലൈഫിൻ്റെ ശക്തി നമ്മൾ വരണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക, ജൂൺ മാസം തൊട്ട് നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും സൂം വഴി കൂടി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അതിനകത്തുള്ള ഈ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുന്ന നമ്പറിൽ സൂമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ആ റിക്വസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു തന്നാൽ സൂമിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ സൺഡേയിൽ വൈകിട്ട് 9:30
കൂടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതേ സമയത്ത് സൺഡേയിൽ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് എപ്പിസോഡുകൾ ഇല്ലല്ലോ. അതുകൊണ്ട് സൺഡേ ദിവസങ്ങളിൽ ആണ് സൂമിൽ മീറ്റ് ചെയ്യാനായിട്ട്, നേരിട്ട് മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് സൂമിൽ ജോയിൻ ചെയ്യാൻ, ലൈവായിട്ട് ജോയിൻ ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ ഫോൺ നമ്പറുകൾ അയച്ചു തന്നാൽ നിങ്ങളെ സൂമിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഈ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അയച്ചു തരുന്ന അതേ നമ്പറിൽ തന്നെയാണ് അയക്കേണ്ടത്. അതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രെയർ റിക്വസ്റ്റ് ഉണ്ട് അയച്ചു തരിക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.